ഹലോ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ചുള്ളി ഞണ്ടിൻ്റെ റോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കൊച്ചിന് പനിയായതുകൊണ്ട് എനിക്ക് ഇൻട്രോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഞണ്ട് മേടിച്ചത് മുളകാടുള്ള കൊട്ടക്കാരുടെ കയ്യിൽ നിന്നാണ്. അവരുടെ അടുത്ത് നിന്നാകുമ്പോൾ നല്ല ജീവനുള്ള ഞണ്ടിനെ കിട്ടും. ഈ ഞണ്ടിനെയൊക്കെ മേടിക്കുമ്പോൾ നല്ല ജീവനുള്ള ഞണ്ടിന് മേടിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞണ്ട് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഞണ്ട് വൃത്തിയാക്കി കഴിയുമ്പോഴേക്കും ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ അതിൻ്റെ കുടലുണ്ടാവും ഇങ്ങനെ വെളുത്തത്, അത് നമ്മൾ കളയണം കേട്ടോ. കണ്ടോ, ഇനി നമുക്കിത് ഓരോന്നായിട്ട് ഇങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കാം. ഞാൻ എൻ്റെ കാലൊന്നും എടുത്തില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിന് ഒരുപാട് മുള്ളുള്ളതുകൊണ്ട് നമുക്ക് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് ദേശമേ അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുള്ളൂ താനും, പിന്നെ അതുകൊണ്ട് കാലൊന്നും എടുത്തില്ല. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ 2 പുളി എടുത്തിട്ടുണ്ട്, 2 കഷ്ണം, പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഞണ്ടിടാൻ പോവുകയാണ്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് ഈ ഞണ്ട് വേവിച്ച് വെക്കാം. അപ്പോൾ ഇങ്ങനെ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ നാളെ ആയാലും നമുക്ക് കറി വെച്ചാൽ മതി. പണ്ടത്തെ ആൾക്കാർ ഇങ്ങനെയാണ് പറ്റിച്ച് വെക്കുന്നത്. തലേദിവസം കിട്ടിയ ഞണ്ട് ഇതുപോലെ പറ്റിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നന്നായിട്ട് കറി വെച്ചെടുക്കും. അപ്പോൾ നമ്മുടെ ഞണ്ട് വെന്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റായി ഇങ്ങനെ തിളക്കണത്. അപ്പോൾ നമുക്ക് നിർത്തി വെച്ചേക്കാം. കണ്ടോ, ഞണ്ട് കറി വെക്കാനായിട്ട് ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു കുഞ്ഞി സവാളയാണ് കേട്ടോ. ഞണ്ട് പറ്റിക്കുമ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പ് മാത്രം ഇടുന്നുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നത് ഒരു 10-15 ഉള്ളിയാണ് കേട്ടോ. ഉള്ളിയുടെ ഒപ്പം തന്നെ ഞാൻ ഒരു 2 ഇഞ്ച് വരുന്ന ഒരു കഷ്ണം ഇഞ്ചിയും, അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചേർക്കുന്നുണ്ട്. 2 പച്ചമുളക് നമ്മൾ ഞണ്ട് പറ്റിച്ചപ്പോൾ ചേർത്തിട്ടുണ്ട്. ഞണ്ടിൻ്റെ കിഴമ്പിന് ചെറിയ മധുരമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഉള്ളി സവാളയും കൂടി മിക്സ് ചെയ്തിട്ടത്. ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ് ഉള്ളി ഇട്ടിരിക്കുന്നത്. നമ്മൾ ഫുള്ളായിട്ട് ഉള്ളി മാത്രമായിട്ട് ഇടുകയാണെങ്കിൽ ഭയങ്കര മധുരപ്പ് തോന്നും. അതുകൊണ്ടാണ് ഞാൻ പകുതി ഉള്ളിയും പകുതി സവാളയായിട്ട് ഇട്ടത് കേട്ടോ. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകവും ഒരു 6 വെളുത്തുള്ളിയും കൂടിയാണ്. അത് നന്നായിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. വീഡിയോ അധികം നേരം ഇങ്ങനെ ദീർഘിപ്പിച്ച് കൊണ്ടുപോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പെട്ടെന്ന് കാണിക്കുന്നത് കേട്ടോ. ഇതൊന്നും ചതക്കാനുള്ള അളവൊന്നും കാണിക്കാണ്ട് ഞാൻ ചെയ്യണത് ഇതാണ്. നമുക്ക് പറയുമ്പോൾ തന്നെ മനസ്സിലാവണ്ടല്ലോ അല്ലേ. അപ്പോൾ ഉള്ളി ഏകദേശം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ. ഇത് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ എടുക്കാത്തത് നമ്മൾ ഞണ്ട് വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുക്കുക. എനിക്ക് മല്ലിപ്പൊടിനോട് ഇത്തിരി താല്പര്യം കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറകെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു നല്ല പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഒന്ന് ഞെക്കി കൊടുത്താൽ മതി സ്പൂൺ കൊണ്ടിങ്ങനെ. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ വരും. ഇനി നമുക്ക് ഞണ്ട് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ട്, അതിൻ്റെ ഗ്രേവി, ആ വെള്ളമില്ലേ അതൊഴിക്കരുത് കേട്ടോ. ഞണ്ട് മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുടംപുളി ഇട്ട് കൊടുക്കാം. കണ്ടോ, ഗ്രേവി ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് ഇളക്കി പിടിപ്പിച്ചിട്ട് ശേഷം നമുക്ക് അതിൻ്റെ ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5 മിനിറ്റോളം ചെറിയ തീയിൽ മൂടി വെച്ചിട്ട് ഇങ്ങനെ വേവിക്കുമ്പോൾ
ആ ഉള്ളിയും ഇതെല്ലാം കൂടി അതിലോട്ട് പിടിക്കും. ആ മസാല അങ്ങനെ തന്നെ ഞണ്ടിലേക്ക് പിടിക്കും. ഇനി നമുക്ക് ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുടംപുളി എടുത്ത് മാറ്റി എന്തിനാണെന്നറിയാമോ? ചിലപ്പോൾ പുളി കൂടുതലായിരിക്കുമേ, അതുകൊണ്ടാണ്. പുളി നോക്കിയിട്ട് അടുത്ത കഷ്ണം കുടംപുളിയും കൂടി ഇതിലോട്ട് ഇട്ടാൽ മതി. ഈ ചുള്ളിഞ്ഞണ്ട് വെക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഗ്രേവിയിൽ വെക്കണതാണ് കേട്ടോ നല്ലത്. ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ചാറുണ്ടെങ്കിലേ അതിന് ടേസ്റ്റ് ഉള്ളൂ. അപ്പോൾ നമുക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാല നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ, കുരുമുളക് മാത്രം ചേർത്താൽ മതി. അതുപോലെ ഇനി ആവശ്യത്തിന് കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് കൂടി വേവിച്ച് കഴിഞ്ഞാൽ കറി റെഡിയായി. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിരിക്കുകയാണ്. വേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് കറി നിർത്തി കൊടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം മറക്കരുതേ. പുതിയ ആൾക്കാരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, താങ്ക് യു.